ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഫിഷ് കൊണ്ട് ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു കിടിലൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് മീൻ വേണം. ഇനി കഷ്ണമീൻ ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ അയല മീൻ ആണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങലരിയുടെ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ 1/4 കപ്പ് അളവിൽ പച്ചരീൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ഇതൊന്ന് ജസ്റ്റ് വാട്ടിയിട്ട് എടുക്കണം. അപ്പോൾ നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഒരു 4-5 ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പകുതി സവാള ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല, അതൊന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ പകുതി ഭാഗം നമ്മൾ ഈ ഒരു അരിപ്പൊടിയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. തേങ്ങ നമ്മൾ മൊത്തമായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ, പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കി പകുതി നമുക്ക് ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സവാളയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലപോലെ വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചുള്ള പൊടികളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു മീൻ സാധാ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് മിസ്സായി പോയിട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മീനിന് പകരം നിങ്ങൾക്ക് അയല മീനാണെങ്കിൽ അതും നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുള്ളൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടീൻ്റെ മിക്സ് പകുതി ഭാഗം എടുത്തിട്ട് ഇതുപോലെ എണ്ണ തടവിയിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിലേക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മൊത്തമായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ് മൊത്തമായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവും കൂടി ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവി ഒന്ന് കയറ്റിയെടുക്കണം. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഞാൻ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് കേട്ടോ ആവി കയറ്റി എടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അതിനുശേഷം നമുക്കിതുപോലെ മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മൊത്തമായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അല്ലാതെ തന്നെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മീൻ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. രാവിലെ രാത്രിയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.